നമസ്കാരം. പ്രധാന വാർത്തകൾ. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. ക്രമക്കേട് നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്ന് ജൂൺ 18 നടന്ന UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. 2 ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷയാണ് റദ്ദാക്കിയത്. ക്രമക്കേട് നടന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ സുരക്ഷാ വിഭാഗം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 11 ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷാ ക്രമക്കേട് അന്വേഷണം CBIക്ക് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് പിടിയിലായി. പട്ടാപ്പകൽ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവാണ് പിടിയിലായത്. അമ്പൂരി മായം നിരോലിക്കൽ വീട്ടിൽ കുര്യാക്കോസ് മേരിക്കുട്ടി ദമ്പതികളുടെ മകൾ രാജിമോളാണ് ബുധനാഴ്ച കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് മായം കോലത്ത് വീട്ടിൽ മനു എന്ന് വിളിക്കുന്ന മനോജിനെയാണ് നെയ്യാർഡാം പോലീസ് അറസ്റ്റ് ചെയ്തത്. 2004 വിവാഹിതരായ ഇവർ 2 വർഷങ്ങളായി അകന്നു കഴിയുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മനോജിന്റെ വീടിനരികിലൂടെ ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം. പിന്നാലെ എത്തിയ പ്രതി വെട്ടുകത്തി ഉപയോഗിച്ച് രാജിമോളെ വെട്ടുകയായിരുന്നു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചെങ്കിലും രാജി മരണപ്പെട്ടു. പ്രണയ വിവാഹിതരായിരുന്ന ഇവർ തമ്മിൽ 2 വർഷത്തിലേറെയായി പിണങ്ങി നിൽക്കുകയായിരുന്നു. ഡിവോഴ്സ് നൽകുന്നതിനെ പറ്റിയുണ്ടായ തർക്കമാവാം കൊലയ്ക്ക് കാരണമായതെന്ന് കരുതുന്നു. മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആഷ്മി, 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആഷിഖ് എന്നിവർ ഇവരുടെ മക്കളാണ്. പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അമ്പൂരി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മേരിക്കുട്ടി കുര്യാക്കോസിന്റെ ഏക മകളാണ് കൊല്ലപ്പെട്ട രാജിമോൾ. ആലപ്പുഴ വണ്ടാനം നഴ്സിംഗ് കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഭക്ഷ്യവിഷബാധയേറ്റ 6 നഴ്സിംഗ് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ വണ്ടാനം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളായ കരുനാഗപ്പള്ളി സ്വദേശിനി എലിസബത്ത് ജെയിംസ്, തിരുവനന്തപുരം സ്വദേശിനി ഭവ്യ, ആലപ്പുഴ സ്വദേശിനി ആർച്ച, എറണാകുളം സ്വദേശിനി അന്യഗ്രഹ, കോഴിക്കോട് സ്വദേശിനി എമി, എറണാകുളം സ്വദേശിനി ദേവിക എന്നിവരെയാണ് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉച്ചഭക്ഷണത്തിന് ക്യാൻറ്റീനിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചതിനെ തുടർന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് വിവരം. വൈകിട്ടോടെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവരെ നിരീക്ഷണ മുറിയിലേക്ക് മാറ്റി. കായംകുളത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ അറസ്റ്റിൽ. കായംകുളം ദേശിരകം പന്തപ്ലാവ് ലക്ഷം വീട് നഗറിലെ വാടകയ്ക്ക് താമസിക്കുന്ന ഷാഹുൽ ഹമീദ് മകൻ സാദിഖാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ജ്യേഷ്ഠൻ ഷാജഹാൻ അറസ്റ്റിലായി. ഒളിവിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. വിവാഹബന്ധം വേർപെടുത്തിയ സാദിഖ് ഉമ്മയ്ക്കും ഷാജഹാന്റെ കുടുംബത്തിനുമൊപ്പമായിരുന്നു താമസം. പെരുന്നാൾ ദിനത്തിൽ ഷാജഹാൻ മദ്യപിക്കാൻ പോകാതിരിക്കാൻ അനുജനായ സാദിഖ് ഷാജഹാന്റെ മോട്ടോർ സൈക്കിളിന്റെ വയർ കട്ട് ചെയ്തതിലുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. KSRTC ബസ് വഴിയിൽ തടയരുത്, ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുത്. KB ഗണേഷ് കുമാർ. KSRTC ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്നും ബസ് വഴിയിൽ തടയരുതെന്നും അഭ്യർത്ഥിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പരാതിയുണ്ടെങ്കിൽ KSRTC മാനേജ്മെന്റിനെ അറിയിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ വീഡിയോ വഴിയാണ് ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥന. ഏതെങ്കിലും ജീവനക്കാർ അസഭ്യം പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്താൽ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം CMDക്ക് പരാതി നൽകാം. ഉറപ്പായും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഗണേഷ് കുമാർ ഉറപ്പ് നൽകി. ജീവനക്കാർക്കും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ അവർക്കും പരാതി നൽകാം.